ആദ്യമായി നമ്മുടെ മക്കളെ തർബിയത്ത് നടത്തേണ്ടത് നമ്മുടെ വീടിന്റെ ഉള്ളിലാ. ആ വീട്ടിൽ തർബിയത്ത് നടക്കാത്തത് കൊണ്ടാണ് വീടിന്റെ ഉള്ളിൽ മുത്തച്ഛന്മാര് പീഡിപ്പിക്കുന്നത്, പെണ്ണിന്റെ മാനം വലിച്ചെറിയപ്പെടുന്നത്. അതുകൊണ്ട് ആദ്യമായി നന്നാവേണ്ടത് വീടാണല്ല, നന്നാവേണ്ടത് നമ്മുടെ വീടുകളാ. ആ വീടുകളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നമ്മുടെ പെണ്ണുങ്ങൾക്കാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. പുരുഷന്മാര് ജീവിതത്തിന്റെ വരുമാനത്തിന് വേണ്ടി രാവിലെ ഇറങ്ങി വൈകുന്നേരം അവര് തിരിച്ചു വരുമ്പോ അതേവരെ നമ്മുടെ മക്കളെ തർബിയത്ത് നടത്തേണ്ടതാരാ? തർബിയത്തിൽ മക്കളെ തർബിയത്ത് പഠിപ്പിക്കേണ്ടത് ഉമ്മയുടെ ജോലിയോ. എന്റെ പൊന്നു സഹോദരിമാര്, നമ്മുടെ വീട്ടിലൊരു ഹാദറെ പോലെ പാവപ്പെട്ട ഭർത്താവ് വെളിയിലേക്ക് പോകുമ്പോ ആ സമയത്ത് ഭർത്താവില്ലാത്ത നേരത്ത്, വാപ്പയില്ലാത്ത നേരത്ത് മക്കളെ വിളിച്ചിരുത്തിയിട്ട് ആ മക്കൾക്ക് തർബിയത്ത് പറഞ്ഞു കൊടുക്കുന്ന, ആ മക്കൾക്ക് തർബിയത്ത് നടത്തുന്ന ഒരു നല്ല ഭാര്യയായി മാറാൻ എന്നെ പെങ്ങന്മാർക്ക് കഴിയോ? ചരിത്രത്തിന്റെ ഒരു ഹാദറയായി മാറാൻ പാവപ്പെട്ട ഭർത്താവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിശാലമായ മരുഭൂമിയുടെ മധ്യത്തിട്ടിട്ടല്ലേ ഹാദറാ ബീവി ഇട്ടിട്ട് പോയത്. പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയിൽ പിഞ്ചു പൈതൃ കയ്യിൽ കൊടുത്തിട്ട് ഇബ്രാഹിം നബി ഫലസ്തീനിലേക്ക് യാത്രയായല്ലോ. നിലവിളിച്ചാൽ ഒരു മനുഷ്യവാസത്തിന്റെ വിദൂര സാധ്യത പോലുമില്ലാത്ത മക്കാ മരുഭൂമിയിൽ കയ്യിലിട്ടിട്ട് പൈതാഹം കൊണ്ട് നിലവിളിക്കുന്ന പിഞ്ചു പൈതൃന്റെ ചുണ്ടുകളിലേക്ക് ആശങ്കയോടെ നോക്കിയിട്ട് കൈവാലയത്തിന്റെ മത്താഫിൽ പൊന്നുമോൻ ഇസ്മായിലിനെ ചോരപ്പൈതലിനെ കടന്ന് ഒരു ദാഹജലത്തിന് വേണ്ടി സഫാമലയുടെ പാറക്കെട്ടുകളുടെ മുകളിൽ കയറി നിൽക്കുമ്പോ താഴേക്ക് നോക്കുമ്പോ കഅബയുടെ മുമ്പിൽ നിന്ന് കുഞ്ഞിനെ ചെന്നായ തിന്നാ വാവിളിക്കുകയാ. ഈ ചരിത്രം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? പല പ്രാവശ്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ കാലഘട്ടത്തിന്റെ വർത്തമാന സാഹചര്യങ്ങളെ ഈ ചരിത്രവുമായി ബന്ധപ്പെടുത്തിയുണ്ട്. ഒരിക്കൽ കൂടി എന്റെ കാസർഗോഡ് പെങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ആ പാറപ്പുറത്ത് കയറി നിൽക്കുമ്പോ ചോരപ്പൈതലിനെ തിന്നാൻ ചെന്നായ വായ പൊളിക്കുമ്പോ പാവപ്പെട്ട ഒരു ഉമ്മ, ഓടി വരാൻ കഴിയാത്ത ഉമ്മ ആകാശത്തേക്ക് കൈകൾ എത്തി, റബ്ബേ നിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് ഞാൻ ഈ മണലാരുണ്യത്തിൽ ഒറ്റക്കായത്. ചെന്നായക്ക് ഭക്ഷണം എന്റെ കുഞ്ഞെന്ന് നിശ്ചയിച്ചവൻ നീയാണ്, അതിനെ റദ്ദാക്കാൻ കഴിയുന്നവന് നിനക്കാണ് അല്ലാ. ഹാദറെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. തിന്നാമെന്ന ചെന്നായ പിന്നെ ഹാദറാ ബീവി തിരിച്ചു വരുന്നത് വരെ കാവൽക്കാരനായില്ല മുഅ്മിനീങ്ങള്. അവസാനം വെള്ളമെടുത്തിട്ട് സംതഞ്ചനം തന്റെ കുഞ്ഞിന്റെ നാവിലേക്ക് വെച്ച് ഏതാണ്ട് 10 വർഷത്തോളം ഭർത്താവില്ലാതെ ആരുമില്ലാത്ത മണരാരുണ്യത്തിന് ഹാദറ എന്ന കറുമ്പിപ്പെണ്ണ് വെളുത്തവളല്ല, മൊഞ്ചത്തിയല്ല, പരിഷ്കാരിയല്ല, അമേലുവർഗത്തിൽപ്പെട്ട കറുകറുത്ത കറുമ്പിപ്പെണ്ണ് ഹാദറ. ആ കറുമ്പിപ്പെണ്ണിന്റെ ചരിത്രമാണ് കഅബാലയത്തിന്റെ മത്താഫിലുള്ളത്. കഅബാലയം നിർമ്മിക്കപ്പെട്ട ഇബ്രാഹിം നബി കബറടക്കപ്പെട്ടത് ഫലസ്തീനിലാണ്. പക്ഷേ ലക്ഷക്കണക്കിന് ആളുകളെ തൽബിയത്ത് ചൊല്ലിയിട്ട് നിത്യവും തവാഫ് ചെയ്യുന്ന കഅബാലയത്തിന്റെ മുറ്റത്ത് കബറടക്കപ്പെടാൻ ഭാഗ്യം ലഭിച്ച ഒരു പെണ്ണുണ്ട്. ആ പെണ്ണാണ് ബീവി ഹാദറ. കഅബാലയത്തിന്റെ മത്താഫിലാണ് ഹാദറ എന്ന സമർപ്പണ ബോധത്തിന്റെ, സ്ത്രീത്വത്തിന്റെ പ്രതീകത്തിന്റെ കബറുള്ളത്. അവസാനം 10 വർഷം കഴിഞ്ഞപ്പോ ഇബ്രാഹിം നബി തിരിച്ചു വന്നു. ചരിത്രത്തിന്റെ പ്രബലമായ അഭിപ്രായ പ്രകാരം ആ ഉപ്പ കടന്നു വരുമ്പോ മോനായ ഇസ്മായിൽ ഓടിച്ചെന്ന് കയ്യിൽ പിടിച്ചില്ലേ, പരിഭവം പറഞ്ഞില്ല, ഇതാരാണ് ഉമ്മയോട് ചോദിച്ചില്ല. 10 വർഷം ഒന്നെന്റെ ഉപ്പയെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഹാദറാ ബീവി എന്ന ഉമ്മ. ഓടിച്ചെന്ന് കയ്യിൽ പിടിച്ചിട്ട് ഉപ്പാനോട് സലാം പറഞ്ഞ് അവിടെ കിടന്നുറങ്ങി. ഹാദറയ്ക്ക് പരിഭവങ്ങളില്ല, എല്ലാത്തിനും പരാതി പറയുന്ന പെണ്ണ് ഉറക്കമെഴുന്നേറ്റിട്ട് പറയുന്നു, ഹാദറ എന്തേ പ്രിയപ്പെട്ട ഭർത്താവേ 10 വർഷം കഴിഞ്ഞു വന്നതല്ലേ ഹാദറ, നീ 10 വർഷം കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തിയ മോന് കടുത്തിറക്കാൻ ഇന്നലെ എന്റെ റബ്ബ് സ്വപ്നത്തിൽ പറഞ്ഞു. ഹാദറ നിലവിളിച്ചില്ല, പരില്ലെന്ന് പറഞ്ഞില്ല, നിങ്ങൾ ഇത്ര നാൾ എവിടെയായിരുന്നു, വളർത്തി എനിക്ക് ബുദ്ധിമുട്ടറിയുമെന്ന് കണക്ക് പറഞ്ഞില്ല. തന്റെ മോനെ കയ്യിലേക്ക് ഏൽപ്പിച്ചു.
മോനോട് ചോദിച്ചു, മോനെ നിന്റെ അഭിപ്രായം എന്താ? അല്ല പറഞ്ഞത് ചെയ്തോ വാപ്പാ. ഇങ്ങനെ ഒരു ഇസ്മായിൽ എന്ന മോൻ നമുക്ക് വേണ്ടേ? ഇങ്ങനെ എന്ന ഹാദറ എന്ന ഭാര്യ നമുക്ക് വേണ്ടേ? അവസാനം ഒരു കയ്യിൽ മൂർച്ചയുള്ള പിച്ചാത്തിയും മറുകയിൽ പൊന്നുമോന്റെ കയ്യും പിടിച്ചിട്ട് മക്കയുടെ മറുഭാഗത്തുള്ള പാറക്കെട്ടിലേക്ക് പോകുമ്പോ വാതിൽപ്പടിയിൽ നോക്കി നിന്ന് ഹാദറ നിലവിളിച്ചില്ല. തന്റെ ഭർത്താവ് തന്റെ മകനെ കരുത്തിറക്കാൻ പോകുന്നത് വാതിൽപ്പടിയിൽ നിന്ന് നോക്കി നിന്ന ഒരു പെണ്ണിന്റെ മാനസികാവസ്ഥ ഓർക്കുക. പാറക്കെട്ടിലും മലത്തി കിടത്തി കത്തിയെടുത്ത് കഴുത്തിലോട്ട് വെച്ചു. മകൻ പറയുന്നു, ഉപ്പാ എന്താണ് മോനെ ഇസ്മായില്? ഉപ്പാടെ മുഖം കാണും എനിക്കറിയാം ഉപ്പാ വിഷമമുണ്ടെന്ന്. എന്നെ കമഴ്ത്തി കിടത്തി ഇറക്കണേ വാപ്പാ. മോനെ ഉപ്പ എന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് എന്റെ മുഖത്ത് കണ്ണുനീര് വരുമ്പോ ഉപ്പാക്ക് എന്റെ മുഖത്ത് നോക്കിയിട്ട് കത്തി ബലമായിട്ട് പിടിക്കാൻ കഴിയില്ല ഉപ്പാ. അതുകൊണ്ട് എന്റെ മുഖത്ത് നോക്കണ്ട, എന്നെ കമഴ്ത്തി കിടത്ത്. 4 കാര്യമാണ് അറുക്കുന്നതിന് മുമ്പ് ഇബ്രാഹിം പറഞ്ഞത് അലൈഹിസ്സലാത്തു വസ്സലാം. ഉപ്പാ ഇനി എന്റെ കയ്യും കാലും കൂട്ടിക്കെട്ടുപ്പാ. എന്തിനാണ് മോനെ? കരുത്തിൽ കത്തി വെച്ചിട്ട് വേദന ശരീരത്തിൽ പടരുമ്പോ ഞാൻ വേദന കൊണ്ട് കൈകാലിട്ടടിക്കുമ്പോ എന്റെ ഉപ്പാക്ക് അറവ് പൂർത്തിയാക്കാൻ കഴിയില്ല ഉപ്പാ. അല്ലാഹു ശപിക്കില്ല ഉപ്പാ. അതുകൊണ്ട് എന്റെ കൈയും കാലും കെട്ടിവരിഞ്ഞ് കെട്ടണം. 3ാമത് പറഞ്ഞു, എന്നെ അറുത്ത് കഴിഞ്ഞാൽ എന്റെ രക്തം പുരണ്ട കുപ്പായം എന്റെ പൊന്നും ഹാദറെ കാണിക്കരുത്. എന്റെ രക്തം പുരണ്ട കുപ്പായം എന്റെ ഉമ്മാനെ കാണിക്കരുത്. ഉമ്മാക്ക് ഇത് കണ്ട് സഹിക്കാൻ കഴിയില്ല. 4ാമത് പറഞ്ഞു, എന്റെ ഉമ്മയോട് എന്റെ സലാം പറയണേ. ഇബ്രാഹിം നബി കഴുത്തിൽ കത്തിവെച്ചു. എന്റെ സഹോദര കേട്ടുപടകിയ ചരിത്രം ഒന്നുകൂടി ചികഞ്ഞെടുക്കുകയാ. 10 വർഷക്കാലം ഉപേക്ഷിച്ചിട്ട് ഫലസ്തീനിന് പോയിരുന്നപ്പോ തിരിച്ചു വന്നിട്ട് കഴുത്ത് വെട്ടാൻ പറഞ്ഞപ്പോ വെട്ടിക്കോ ഉപ്പാന്ന് മറുപടി പറയാൻ രീതിയിൽ ഈ ഇസ്മായിലിനെ 10 വർഷം തർബിയത്ത് നടത്തി കൊടുത്തതാരാ? ഉപ്പ നാട്ടിലില്ലാത്ത സമയത്ത് മകനെ വിളിച്ചിരുത്തിയിട്ട്, മോനെ നിന്റെ ഉപ്പ ഇബ്രാഹിം നബി ഫലസ്തീനിലേക്ക് പോയത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഉപ്പാനെ വെറുക്കല്ല മോനെ, ഉപ്പച്ചി പാവമാണ് മോനെ എന്ന് 10 വർഷക്കാലം ഉപ്പയില്ലാത്ത ഭർത്താവില്ലാത്ത സമയത്ത് ഭർത്താവിന്റെ സങ്കടങ്ങൾ പറഞ്ഞു മകന്റെ മനസ്സിന്റെ ഉള്ളിൽ ഉപ്പാക്ക് സ്നേഹം പിടിച്ചു കൊടുത്തൊരു ഉമ്മയില്ല ഹാദറ. അങ്ങനെ ഒരു ഹാദറയായി മാറാൻ എന്റെ പൊന്നു സഹോദരങ്ങളെ ഗൾഫിൽ നമ്മൾ കിടക്കുകയാ. ഓരോ നേരത്തും മക്കൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോ മക്കള് ഈ ഭക്ഷണം തിന്നാൻ പോകുമ്പോ മക്കള് ഇത് നിങ്ങളുടെ പാവപ്പെട്ട ഉപ്പ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കി അയച്ചതെന്ന റിയാലുകളാണ്. ഇത് നിങ്ങളുടെ വാപ്പ കാഞ്ഞങ്ങാട് അങ്ങാടിയിൽ ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് വൈകുന്നേരം കൊണ്ടുവന്ന പൈസയാണ് മക്കള്. ഇത് നിങ്ങളുടെ പൊന്നുപ്പ കഷ്ടപ്പെട്ട് രക്തം വിയർപ്പാക്കി ഉണ്ടാക്കിയ പൈസയാണെന്ന് ഓരോ നേരത്തെ ഭക്ഷണം കഴിക്കുമ്പോഴും ആ സമയത്ത് ഉപ്പാന്റെ ത്യാഗം പറഞ്ഞ് മക്കളെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഹാദറെ കിട്ടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാ, അൽ ഉമ്മു അഖുലു തർബിയത്തുൽ ഔലാദ്. മക്കളെ തർബിയത്ത് ചെയ്യാൻ ഏറ്റവും വേണ്ടത് ഉമ്മമാർക്കാണ്. അതുകൊണ്ടാണ് പെണ്ണിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് അതവളെ വെളിയിലിറക്കാതെ അടിച്ചിടാനല്ല. വഖർന ഫീ ബുയൂതികുന്ന, പെണ്ണെ നീ വീടിന്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം. ഏത് സമയത്തും നീ വീട്ടിലുണ്ടാവണം. വെറുതെ മാളുകളിലും ആഭരണശാലകളിലും കയറി ഇറങ്ങി നടക്കരുത്, ആർഭാടം കാണിക്കരുത്. പെണ്ണെ നിന്റെ വീട്ടിലിരുന്നിട്ട് മക്കളെ നീ ഏത് സമയത്തും ശ്രദ്ധിക്കണേ. നീ ഇല്ലാത്ത സമയത്ത് കൊത്തിപ്പറിക്കാൻ കടുകന്മാര് കാത്തു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മക്കളെ വീട്ടിലിരുന്ന് സംരക്ഷിക്കണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ മക്കളോട് മാതാപിതാക്കളുടെ 2ാമത്തെ കടമ വകതിരിവായാൽ ഇൽമു പറഞ്ഞു കൊടുക്കുക, അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ഇന്ന് നമ്മുടെ വീട്ടിൽ അള്ളാഹിനെ കുറിച്ച് പറയാറുണ്ടോ? അലിയാര് തങ്ങളെ കുറിച്ച് പറയാറുണ്ടോ? അജ്മീർ ഖാജാനെ കുറിച്ച് പറയാറുണ്ടോ? കാഞ്ഞങ്ങാട് ഏതുമ്മമാരാണ് ഇതിന്റെ പരിസര പ്രദേശത്ത് മറമാറി കിടക്കുന്ന ഔലിയാക്കളുടെ ചരിത്രം നമ്മുടെ മക്കൾക്ക് അടിത്തട്ടിലെത്തി പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇല്ല.
ഇന്ന് നമ്മുടെ മക്കൾ വീട്ടിൽ കേൾക്കുന്നതേതാ? സൂപ്പർമാന്റെ ചരിത്രം, സ്പൈഡർമാന്റെ കഥ, അതിഭാവുകത്വത്തിന്റെ കഥ കേട്ടിട്ട് മക്കൾ വരുമ്പോ രാപ്പകലില്ലാതെ നമ്മുടെ മക്കള് സീരിയലും സിനിമയും കാണുമ്പോ ബാങ്ക് കൊള്ളകടിക്കാൻ പഠിപ്പിച്ചതാരാ സിനിമ, ഉമ്മയെ കയറി പിടിക്കാൻ പഠിപ്പിച്ചതാരാ സിനിമ, അയൽവക്കക്കാര് പെണ്ണിനോട് അരിതായ്മ പഠിപ്പിച്ചതാരാ സിനിമ, ഒരു പെണ്ണിന്റെ നഗ്നതയിലോട്ട് നോക്കാൻ പഠിപ്പിച്ചതെന്താ സിനിമ, കള്ളം പറയാൻ പഠിപ്പിച്ചതെന്താ സിനിമ, കൊലപാതകം ചെയ്താൽ രക്ഷപ്പെടാൻ സൂത്രം പറഞ്ഞു തന്നതാരാ സിനിമ. ഇത് മുഴുവനും നമ്മുടെ മക്കളിരുന്ന് കണ്ടപ്പോ ആ മക്കളുടെ മനസ്സിൽ അരിതായ്മയുടെ ചിന്ത വന്നാൽ ഉത്തരവാദി ആരാ? രാപ്പകലില്ലാതെ മക്കളെ സിനിമ കാണിക്കുന്ന, പ്രേമത്തിന്റെ പാട്ടുകൾ കേൾക്കുന്ന, വാതിന്റെ കാസറ്റ് കേൾപ്പിക്കൂല, നന്മയുടെ കാസറ്റ് കേൾപ്പിക്കൂല, വെറുതെ പഠിപ്പിച്ചു കൊടുക്കില്ല. വെക്കേഷൻ ആയല്ലോ, ഈ വെക്കേഷന് മക്കളെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കണം, എന്നാലേ ഗൾഫിൽ പോയാൽ തൊട്ടുകിട്ടു. എന്നാ ഈ വെക്കേഷൻ എന്റെ മക്കള് വെറുതെ പഠിക്കണം, ഈ വെക്കേഷൻ എന്റെ മക്കള് മങ്കൂസ് മൗലൂദ് പാടിപ്പഠിക്കണം, പള്ളിക്കല ഉസ്താദിന്റെ അടുക്കൽ സമയം പോലെ പോകണം. ആരാ മാതാപിതാക്കളെ പറയാറുള്ളത്? അതിന് പകരം പകലില്ലാതെ സീഡികൾ. ഏത് സീഡികളാ? പ്രണയത്തിന് അക്ഷരം പഠിപ്പിച്ചു കൊടുക്കുന്ന സീഡി. കുഞ്ഞുങ്ങൾക്ക് +1 പരീക്ഷ തുടങ്ങി, എല്ലാവരും ഉറങ്ങിയാലും +2 പഠിക്കുന്ന കുഞ്ഞ് രണ്ടാം നിലയിൽ ഇരുന്നിട്ട് +2 പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയോ? എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ തണുപ്പ് ശരീരത്തിലെ കരച്ചേറുമ്പോ അവളൊന്ന് ബോറടി മാറ്റാൻ മൊബൈലിൽ കേൾക്കുന്ന പാട്ടേരാ. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാ നീയാണ്, കണ്ണു തുറന്നാ നീയാണ്, 7ാം ബഹറിന്റെ ഉള്ളിൽ പോയി ഒളിച്ചാൽ നിന്നെ ഞാൻ തേടിയെത്തും ഭൂമിനെ. ഇതാണ് പാട്ട്. ആ കുഞ്ഞിന്റെ ഹൃദയം മന്ത്രിക്കില്ലേ? ബേക്കൽ കോട്ടിലെ തിരമാലകൾ കരയിലേക്ക് തലതല്ലി തിരിച്ചു പോകുമ്പോ മടിയിലെ തല വെച്ചിട്ട് എന്റെ നീലക്കണ്ണിന് നോക്കി നിരാപക്ഷിയുടെ നിതാന്ത വിസ്മയത്തോട് ഇങ്ങനെ ഒരു പാട്ട് പാടിത്തരാൻ എനിക്കൊരു കാമുകനുണ്ടായിരുന്നെങ്കിൽ എന്നാ പെണ്ണ് ചിന്തിച്ചു പോയാൽ ഇതവൾക്ക് പഠിപ്പിച്ചു കൊടുത്തതാരാ? ഇതവൾക്ക് പഠിപ്പിച്ചു കൊടുത്തതാരാ? അവിടെ നമ്മൾ തൊട്ടിലിൽ കിടക്കുന്ന പ്രായത്തിൽ പോലും സൂപ്പർമാന്റെ കഥ കേൾക്കുന്നത്, സിനിമയുടെ പാട്ടുകൾ, കുഞ്ഞുങ്ങൾ പാടുന്ന പാട്ടേതാ? മിന്നാമിനിങ്ങിന്റെ കഥ. എന്നാൽ നമ്മുടെയൊക്കെ ഉപ്പയും ഉപ്പാപ്പയും ഒക്കെ വീട്ടിൽ, നമ്മുടെ വീടിന്റെ കോന്തരയിൽ ഒരു ചെറിയ തൊട്ടിലുണ്ടായിരുന്നു. ആ തൊട്ടിൽ നമ്മൾ കിടന്ന് താരാട്ട് പാടുമ്പോ നമ്മുടെയൊക്കെ വയസ്സായ ഉമ്മ പാടിത്തന്ന പാട്ടേതാ? ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ വകതിരിവുള്ള പ്രായത്തിൽ എന്റെയൊക്കെ ചെവിയിൽ കേട്ടത് ഉമ്മാന്റെ താരാട്ടാൻ. ഏത് താരാട്ട്? സ്പൈഡർമാന്റെ താരാട്ടല്ല, മിന്നാമിനിങ്ങിന്റെ പാട്ടല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു. ഈ പഴയ കാലത്തേക്ക് തിരിച്ചു വരണം. നിന്റെ ആർഭാടവും ഈ പുതിയ ചിതലരിച്ച ചിന്തകളും മാറ്റണം. എന്നിട്ടുമ്മ പിന്നെയും പഠിപ്പിച്ചു തന്നതാരാ? ഉമ്മ മടിത്തട്ടിലിരുത്തി പാടിത്തന്നത് സൂപ്പർമാനെ കുറിച്ചല്ല, സ്പൈഡർമാനെ കുറിച്ചല്ല. 65 വയസ്സായിട്ടും ഒളിമങ്ങാത്ത മമ്മൂട്ടിയുടെ സൗന്ദര്യത്തിന്റെ പിന്നിലെ സോപ്പിന്റെ പതയെ കുറിച്ചല്ല. ഉമ്മയും വാപ്പയും പിന്നെ നമ്മളോട് പാടിത്തന്നത് മക്കളെ വീരനാമലിയാരുടെ വീരകഥകൾ കേൾക്ക, വീരനായി നീ വളരണം, ആരംഭപ്പനാരമേ ലാ ഇലാഹ. ഇന്ന് ഏത് വീട്ടിൽ ഇതൊക്കെ എന്തുകൊണ്ട്? വാക്കവി ഇപ്പൊ ഇതാ വാത് പറയാ താരാട്ട് പാടല്. മോനെ, കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എപ്പോഴാ? 10ാം ക്ലാസ് കഴിഞ്ഞിട്ടല്ല. ഞാൻ പറഞ്ഞ രംഗണു നോക്ക്, നിങ്ങക്ക് പോകാൻ ധൃതിയുണ്ടോ? ഏറ്റവും ധൃതി എനിക്കാണ് സമയം. ഞാൻ ഈ സംഘാടകർ ഒത്തിരി പുറം നേരത്തെ തുടങ്ങും, നേരത്തോടെ ഇതൊന്നും പറയാൻ വേണ്ടിയാണ്. ഇപ്പൊ വീണ്ടും വീണ്ടും താമസം. 12 മണി കഴിഞ്ഞാൽ പിന്നെ പറയാൻ പറ്റും. അല്ലാഹ്,
ഈ പടമയിലേക്ക് നമ്മുടെ ഉപ്പയും ഉമ്മയും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ചെയ്തതല്ല. ഇപ്പൊ നമുക്ക് പരിഷ്കാരമായി, പണ്ടത്തൊക്കെ നമുക്ക് വിദേത്തായി, പണ്ടത്തതൊക്കെ നമുക്ക് കുഫറായി. അപ്പൊ പിന്നെ നമ്മളൊക്കെ ആരായി? നമ്മൾ വലിയ മഹാന്മാരായി. അല്ല, പടമയുടെ കാലത്ത് നമ്മുടെ ഉപ്പയും ഉപ്പാപ്പയും എന്തെങ്കിലും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതവര് വെറുതെ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം, എന്താ അവര് താരാട്ട് പാടിയപ്പോ പാടിയത്? പണ്ടൊക്കെ നമ്മളൊക്കെ വീടിന്റെ മുമ്പിൽ ഒരു തൊട്ടിൽ എപ്പോഴും കെട്ടി തൂക്കിയിട്ടിരിക്കും. കാരണം എല്ലാം കൂട്ടുകുടുംബമൊക്കെ അവിടെ താമസിക്കുക. ഒരാളുടെ പ്രസവം കഴിയുമ്പോൾ മൂത്ത മോന്റെ മരുമോള് പ്രസവിക്കും, അവളുടെ പ്രസവം കഴിയുമ്പോൾ രണ്ടാമത്തെ മോന്റെ ഭാര്യ പ്രസവിക്കും. ഇങ്ങനെ ഒരു ദൗർ തസൽസുലായിട്ട് ഇത് കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തൊട്ടിലഴിക്കൂല, എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹുടെ പാട്ടാണ് വീട്ടിൽ. ഇപ്പൊ അങ്ങനെ തൊട്ടില് തന്നെ ഇല്ല. ഇപ്പൊ ഒരുമാതിരി സ്പ്രിങ്ങിന്റെ തൊട്ടിലാണ്. ഒന്നാട്ടിയാൽ മതി, പിന്നെ അടുത്ത പ്രസവം വരെ തന്നെയാണ്. ഇതെന്തുകൊണ്ടാണ് പാടിയത്? നിങ്ങൾ പഠിക്കുകയും ഡോക്ടർമാരോട് ചോദിക്കുകയും വേണ്ട. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, പ്രകോപനമോ പ്രലോഭനമോ ഇല്ലാതെ അള്ളാഹുവിനെ സ്വീകരിക്കാൻ കഴിയുന്ന ഹൃദയത്തോടെയാണ് ഒരു കുഞ്ഞിനെ അള്ളാഹു നമ്മുടെ കയ്യിൽ തരുന്നത്. ശ്രദ്ധിച്ചേക്കണേ, മനസ്സിലാവുന്നുണ്ടോ പറയണത്? അപ്പൊ ഈ കുട്ടികളെ വഴി പഠിപ്പിച്ചതാരാ? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ർ വലാകിൻ അബവാഹു യുമജ്ജിസാനിഹി വയുനസ്സിറാനിഹി വയുഹവ്വിദാനിഹി. പ്രകോപനമോ പ്രലോഭനമോ ഇല്ലാതെ അള്ളാഹനെ സ്വീകരിക്കാൻ പറ്റുന്ന ശുദ്ധ ഹൃദയത്തോടെയാണ് നിങ്ങളുടെ മക്കളെ അള്ളാഹു നിങ്ങളുടെ കയ്യിൽ തന്നത്. അവനെ പിന്നെ വഴിതിരിപ്പിക്കുന്നത് അവന്റെ മാതാപിതാക്കളാണ്. ഒരു കുട്ടിയെ അള്ളാഹു നമ്മുടെ കയ്യിൽ തരുമ്പോ, ഉസ്താദ് ഈ ചെറുപ്പകാലത്തെ കുട്ടിയോട് ഇപ്പൊ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞ അവന് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന കൂപമണ്ടൂപങ്ങളെ, നിങ്ങൾ ഒരു കാര്യം കേട്ടോളി, ചെറുപ്പത്തിലാണ് അള്ളാഹിനെ കുറിച്ച് പറയേണ്ടത്. കാരണം ഒരു കുട്ടിയുടെ ഹൃദയത്തിൽ അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്ന പ്രകൃതത്തിലാണ് അള്ളാഹു നമുക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇപ്പൊ ഒരു കുട്ടി, ആ കുട്ടി വഴി തെറ്റിയിട്ട് ഉപ്പാടെ കയ്യിൽ നിന്ന് വിട്ടത് ഇവിടെ വന്നു എന്ന് കരുതുക. ഇവിടെ വന്നിട്ട് അവൻ തലപൊക്കി നോക്കിയപ്പോ ഇവിടുത്തെ വലിയ ആളുകളെയൊക്കെ കണ്ടപ്പോ ആ കുട്ടിക്ക് പേടിയായി. അവൻ അവിടെ നിന്ന് കരഞ്ഞു. അവൻ കരയുമ്പോ അവന്റെ ഉപ്പ ഓടി വന്ന ആ കുട്ടിയെ എടുക്കുമ്പോ ആ കുട്ടിയുടെ കരച്ചിൽ മെല്ലെ കുറയും. കാരണം എന്താ? ആ കുട്ടിയുടെ ഹൃദയത്തിൽ ഉപ്പയോട് സ്നേഹമുണ്ട്, ഉപ്പ അറിയാം. പിന്നെ ഉമ്മ ഓടി വരും. ഉമ്മ ഓടി വന്നിട്ട് ആ കുട്ടിയെ എടുത്തിട്ട് ഉമ്മ ചാടി എടുത്ത് തോളിയിടും. മോനെ, കൺമണിയെ, കന്നെ, മുത്തേ, പൊന്നെ, ഉറങ്ങല്ല കുട്ടിയെ എന്ന് പറഞ്ഞിട്ട് കരയല്ലേ മോനെ എന്ന് പറയുമ്പോ കുട്ടി കുറച്ചുകൂടി കരച്ചിൽ നിർത്തും, നേർത്ത ശബ്ദമാവും. എന്തുകൊണ്ട്? ഉപ്പയേക്കാൾ ഈ കുട്ടിക്ക് ഹൃദയത്തിൽ ബന്ധാരോടാണ്. എന്താ പറയാൻ മടി? ഉമ്മാനോടാണ്. നമ്മക്ക് അത്ര വലിയ ബന്ധമൊന്നുമില്ലല്ലോ കുട്ടികളുമായിട്ട്. നമ്മള് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അതൊക്കെ കഴിഞ്ഞ് അവര് ഗർഭിണിയായി ലേബർ റൂമിൽ കയറി, അവളെ പുറപ്പോട്ട് അകത്തോട്ട് ലേബർ റൂമിലോട്ട് കയറി പോകുമ്പോ അവള് കൈ പിടിച്ചിട്ട് പറയും. അപ്പൊ അവൻ പറയും, നീ പേടിക്കണ്ട, ഞാനല്ലേ വെളിയിലുള്ളത്, പോ, നമുക്കെന്ത് തീർക്കും, നമ്മളെയാണ് കീറണത്, നമ്മക്ക് പണി നൈസാൻ. അവള് കൈ പിടിച്ച് കരയും, ലേബർ റൂമിൽ കയറ്റാം. അപ്പൊ അവൻ പറയും, നീ ധൈര്യമായിട്ട് പോ, ഞാനല്ലേ വെളിയിലുള്ളത്. അവരവിടെ പോകും, നമ്മൾ 50 രൂപയുടെ കപ്പള്ളി മേടിച്ചു തന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അവസാനം മുലപ്പാല് കൊടുത്ത് രാത്രിയിൽ ഉറക്കം വിളിച്ച്, രാത്രിയിൽ കിടന്ന് ഉറങ്ങിയാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഉറക്കത്തിൽ കുട്ടി കരഞ്ഞു, നമ്മൾ എഴുന്നേൽക്കും. നമ്മുടെ ഭാര്യമാര് മൂന്ന് പ്രസവിച്ച എന്റെ ഭാര്യ, ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. കുട്ടികൾ വളർന്നതോ അല്ലെങ്കിൽ താരാട്ട് ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. വകല് കഴിഞ്ഞ് രാത്രി വീട്ടിൽ പോയി കിടക്കുമ്പോ കുട്ടി കരഞ്ഞാലും അവൾ എന്നെ വിളിക്കൂല. പാവൻ രാത്രി വന്ന് കിടന്നല്ലേ ഉള്ളൂ, തന്നെ എഴുന്നേൽക്കും. നമ്മുടെ ഭാര്യമാർക്ക് അല്ലാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. അവര് നമ്മുടെ ജീവിതത്തിന്റെ ഊന്നുവടിയാണ്. പരസ്പരം സ്നേഹിക്കണം. ഒന്നും ഒരു പ്രാവശ്യം അഥവാ ഞാൻ വരുമ്പോഴും എന്റെ ഭാര്യയുടെ ഉമ്മ പറയും, ഞാൻ നോക്കിക്കോളാൻ കുട്ടി. അവരാ 3 കുട്ടികളെ നോക്കിയത്. അല്ലാഹു അവർക്ക് ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. നമ്മളിങ്ങനെ വാതിനോടി വരുമ്പോൾ ഒരു ദിവസം വീട്ടിൽ വരുമ്പോൾ കിടന്നുറങ്ങട്ടെ. നമ്മുടെ ഭാര്യമാരൊന്നും അറിയിക്കില്ല. ഉസ്താദന്മാരൊക്കെ പള്ളിയിലാണ്, നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. നമ്മുടെ ഭാര്യമാര്, നമ്മുടെ ആകെ വ്യാഴാഴ്ച ഒരു ദിവസം ലീവുണ്ട് ഉസ്താദിന്. ലോകത്ത് ലീവ് ഏറ്റവും കുറവും ശമ്പളം ഏറ്റവും കുറവും പള്ളിക്കൽ ഉസ്താദ്മാർക്കാണ്. പള്ളിയിലെ ഉസ്താദിന്റെ ശമ്പളവും ക്ലോസറ്റിലെ വെള്ളം ഒരുപോലെയാണ്. ലായസീദു വലായും കുസും. ആഴ്ചയിൽ ഒരു ലീവ്. വെള്ളിയാഴ്ച പോയാൽ, വ്യാഴാഴ്ച പോയാൽ വ്യാഴാഴ്ച രാത്രി ആവും വീട്ടിൽ എത്തുമ്പോൾ. വെള്ളിയാഴ്ച ഒരു ദിവസം. ഇനി ഖുത്ബയുള്ളവരാണെങ്കിൽ വെള്ളിയാഴ്ച പോയാൽ ആകെ 2 ദിവസം.
സ്വന്തം മക്കളെക്കാളും ഭാര്യയെക്കാളും സമയം കൂടുതൽ ചെലവഴിക്കുന്നത് ഒരു മഹല്ലിലാണ് ഒരു ഖത്തീബ്. അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു മഹലിന്റെ ബാധ്യതയാണ്. ഞാനിത് ആരെന്നെ ഇപ്പൊ മദനി ഉസ്താദ് പറഞ്ഞു പറയിപ്പിക്കണമെന്നല്ല. പക്ഷേ ചൂരയിലെ റിയാസ് മൗലവിയുടെ കൊലപാതകം നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട്. നമ്മുടെ പള്ളികളിൽ താമസിക്കുന്ന ഖത്തീബുമാരുടെയും മുഅദ്ദിന്മാരുടെയും സുരക്ഷിതത്വം എത്രത്തോളം കുറവാണ് എന്ന കാര്യം നമ്മളെല്ലാവരും ചിന്തിക്കണം. പള്ളി ഇശായിക്ക് അടച്ചു, എല്ലാവരും പോയി വീട്ടിൽ പോയി. പള്ളിയിലാകെ ഖത്തീബ് ഉണ്ടാവും, മുഅദ്ദിൻ ഉണ്ടാവും. അവരുടെ സുരക്ഷിതത്വം അത് എത്രത്തോളം ദുർബലമാണ് എന്ന കൊലപാതകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇല്ലേ? ഞാൻ അതിന്റെ പുറകിലോട്ടൊന്നും പോകുന്നില്ല. മദ്യപിച്ചപ്പോൾ ഒരുത്തിന് ഒരാളെ കൊല്ലണമെന്ന് തോന്നുക, ആ തോന്നുന്ന പള്ളിക്കൽ മുസ്ലിയാർ തന്നെ ആവുക, പള്ളിക്കകത്ത് പോയി കയറിയിട്ട് ഒരാൾ കടുത്തിറക്കുമ്പോൾ മറ്റേ ആൾ കല്ലെറിയുക, മൂന്നാമത്തെ ആൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക, അതിനകത്ത് കയറി അവർ രക്ഷപ്പെട്ടു പോവുക. ഇതൊക്കെ അവർ മദ്യത്തിന്റെ ലഹരിയിൽ കുഴഞ്ഞു വീണപ്പോഴാണ് എന്ന 2014 ഏറ്റവും വലിയ തമാശ കേട്ടിട്ട് പൊട്ടിച്ചിരിച്ച ആളുകളാണ് നമ്മൾ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാത്ത ഈ കാസർഗോഡ് ചെറുപ്പക്കാർ ഭയങ്കരമായി ഉത്തേജനമുള്ളവരാണ്. അപ്പൊ ഞാനും കൂടെ കുറച്ച് പ്രസംഗത്തിൽ ഉത്തേജനം കൂട്ടണ്ടെന്ന് വിചാരിച്ചാൽ അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുക. കാരണം ആ ചെറുപ്പക്കാർക്ക് സ്നേഹം കൂടുതലാണ്, അവർ പെട്ടെന്ന് പ്രതികരിക്കും. അത് കാസർഗോഡ് പ്രത്യേകതയാണ്. ഈ ചെറുപ്പക്കാർക്ക് ഈമാൻ ഇസ്ലാമിനുള്ള ഒരു ആവേശം അതേതാണെങ്കിലും കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് ഒരു തീപ്പൊരി ഇടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഈ രീതിയിലുള്ള തമാശയൊന്നും പറയരുത് എന്ന് അധികാരികളോട് വിനീതമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. മദ്യലഹരിയിൽ കുഴഞ്ഞുപോയ ഒരാള് ഇത്രയും പ്ലാൻ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളെന്താ ടോമാഞ്ചെറി കളിക്കുക? അല്ലെങ്കിൽ മനസ്സിൽ ഇതെന്ത് ടോമാഞ്ചെറി കളിയാ? പറയുന്നത് ഒരു സാമാന്യ ബോധമുള്ളവരോട് വിശ്വസിക്കാൻ പറ്റുന്നത് വേണ്ട പറയാം. അധികാരികളോടൊരു കാര്യം, തിരൂരിലെ യാസറിനെ കൊന്നപ്പോൾ വെറുതെ വിട്ടപ്പെടാണ് തിരൂരിൽ ഫൈസൽ കൊല ചെയ്യപ്പെട്ടത്. ഫൈസലിനെ കൊന്നവർക്കെതിരെ UAPA ചുമത്താതെ വന്നപ്പോഴാണ് പിന്നെ റിയാസ് മൗലവി കൊല ചെയ്യപ്പെട്ടത്. അധികാരികളുടെ നിസ്സംഗതയും നിയമത്തിന്റെ പഴുതുകളുമാണ് കൊലപാതകങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ കാരണമെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ കേരളം മറ്റൊരു നോർത്ത് ഇന്ത്യയായി മാറാൻ താമസമുണ്ടാവില്ല. അതുകൊണ്ട് ഭരണാധികാരികൾ, അധികാരികൾ, ഉത്തരവാദിത്തപ്പെട്ടവർ ഈ മണ്ണിൽ നിരപരാധികളുടെ രക്തമൊടുകാൻ കൂട്ടുനിൽക്കരുത് എന്ന് വിനീതമായ ഒരു ജനാധിപത്യത്തിന്റെ ഭാഷയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. പ്രതികൾ ശിക്ഷിക്കപ്പെടണം, ആരുമായാൽ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുമ്പോഴാണ് അടുത്ത പ്രാവശ്യം. എനിക്ക് ഓർമ്മയുള്ളതുകൊണ്ട് രാത്രിയിൽ ഉമ്മമാരാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ ഉമ്മമാർക്കാണ് ഏറ്റവും വലിയ ബാധ്യത. ആ ഉമ്മമാര് മക്കളുടെ കാര്യത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ബുദ്ധിയുള്ള പ്രായത്തിൽ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പൊ ആ കുട്ടിയെ വന്ന് ഉമ്മയെടുക്കും. അതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്താ ഓർത്തിരിക്കായിരുന്നു? അപ്പൊ നിങ്ങൾ പ്രസംഗം ശ്രദ്ധിക്കുന്നില്ല, നിർത്താൻ സമയം എന്നാണ്. കൽബിലോട്ട് ഇറങ്ങുന്നില്ല. കാരണം ആ കുട്ടിയുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാപ്പോ? ഉമ്മയോടാണ്. ഉമ്മ തോളിലിട്ട് കയ്യിൽ തട്ടും. അപ്പോഴും കുട്ടി കരച്ചിൽ നിർത്തൂല. ഇനി കുട്ടി കരച്ചിൽ നിർത്തണമെങ്കിൽ ഉമ്മയേക്കാൾ ആ കുട്ടിയുടെ ഹൃദയത്തിൽ സ്നേഹവും അടുപ്പവും ആരോടാണോ അവർ വരണം, അല്ലെങ്കിൽ അവരെ കുറിച്ച് പറയണം. ഉമ്മയേക്കാൾ ഒരു കുട്ടിയുടെ ഹൃദയത്തിൽ ആരോട് അടുപ്പം കൂടുതൽ? നമ്മുടെ ഉമ്മമാര് വെറുതെ പഴയകാലത്ത് പാടി നിങ്ങളുടെ പടമയെ തിരിച്ചറിയാത്ത കൂപമണ്ഡൂമങ്ങളെ ചിന്തിക്കീൻ. ഉമ്മയേക്കാൾ ഹൃദയത്തിൽ സ്നേഹം ആരോടാണ്? അള്ളാനോടാണ്. അതുകൊണ്ടാണ് ഉമ്മയുടെ തോളത്തിലിട്ട് താരാട്ട് പാടിയപ്പോ വിരല് കൊണ്ടടിച്ചപ്പോൾ കരയറ്റിൽ നിർത്താത്ത കുട്ടി പിന്നെ മൂന്നാമത് ഉമ്മ ചെയ്യുന്ന ജോലി അള്ളാന്റെ പേര് കേട്ട് താരാട്ട് പാടുമ്പോ ആ കുഞ്ഞു പിന്നെ കരച്ചിലടക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥമേറെന്നറിയോ? വാപ്പയേക്കാളേറെ ഉമ്മയേക്കാളേറെ ഹൃദയത്തിന്റെ ഉള്ളിൽ അള്ളാഹുവിനോടുള്ള സ്നേഹം നിറച്ചിട്ടാണ് ഈ മക്കളെ, പൊന്നുമക്കളെ അള്ളാഹു നമ്മുടെ കയ്യിലെത്തുന്നത്. ആ മക്കളുടെ ഹൃദയത്തിലേക്ക് അള്ളാഹനെ ഉറപ്പിക്കാൻ, അവന്റെ ജലാലിയത്തിന്റെ ജമാലിയത്തിന്റെ വാക്കുകൾ ഉറപ്പിച്ചു കൊടുക്കാൻ അതിന്റെ പ്രധാനപ്പെട്ട ബാധ്യത നമുക്കാ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് മക്കളോട് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലിമു ഔലാദകും സലാസത ഖിസാൽ. നിങ്ങളുടെ മക്കളെ നിങ്ങൾ 3 കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. എത്ര കാര്യങ്ങളാ?
മൂന്ന് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് മൂന്നെണ്ണം പറയുമ്പോൾ നമ്മുടെ വിഷയം അവസാനിപ്പിക്കും. മാഷാ അല്ലാഹ് മൂന്ന് കാര്യം ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഈ ഉറൂസ് വളരെ ബൃഹത്തായ ഒരു ചെലവോട് കൂടിയാണ് നടത്തപ്പെടുക. വർണ്ണ ബൾബുകൾ, തോരണങ്ങൾ, നല്ല സ്റ്റേജ്. ഇപ്പൊ ഇത് കണ്ട ബൈത്തുൽ മുഖദ്ദസിന്റെ മുമ്പിലാ പ്രസംഗിക്കണമെന്ന് തോന്നുന്നു. അത്രയും ഗമനീയമായൊരു സ്റ്റേജ്. അൽഹംദുലില്ലാ. അത് നമ്മുടെ നൈഫ് ഹോട്ടലാണ്, അവരാണ് സ്പോൺസർ. അതെ, എന്റെ സുഹൃത്താണ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് ആരോഗ്യം കൊടുക്കട്ടെ. ബേക്കലി പള്ളിയിലെ സ്റ്റേജും അങ്ങനെയായിരുന്നു. ധാരാളം ചെലവുണ്ട് ഈ പരിപാടി. ഇൻഷാ അല്ലാഹ് ഈ സംഘാടകർ ഒരു ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും. എല്ലാവരും ഒരു നല്ല സദഖ, നമ്മുടെ ഒരു മുറാദ് മനസ്സിൽ വെച്ച് അത് ഹാസിലാവണമെന്ന നെയ്യത്തോടുകൂടി ആ ബക്കറ്റ് ഒരു പടച്ചോനെ മഹാനവറുകളുടെ ബറക്കത്തുകൊണ്ട്, ഹഖ്ജാഹു ബറക്കത്തുകൊണ്ട് എന്റെ ഈ പ്രയാസം മാറണം, എന്റെ രോഗം മാറണം, എന്റെ കടം മാറണം എന്ന ചിന്തയോടുകൂടി ഇൻഷാ അല്ലാഹ് ഒരു നല്ല സദഖ അതിനകത്ത് ഉറക്കൊരു 3 സ്വലാത്ത് അലൈഹി സ്വല്ലല്ലാഹു. اللهم صل على محمد وآل أهل البيت سلم الله നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ ഈ സദഖ ചെയ്യുന്ന സഹോദരങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാനെ. ഏതാഗ്രഹത്തോടെ ഈ സദഖ ചെയ്യുന്നുവോ നീ കബൂലാക്കണേ അല്ലാ. രോഗങ്ങളുള്ളവരാണെങ്കിൽ രോഗങ്ങൾ ശിഫയാക്കണേ തമ്പുരാനെ. കടബാധ്യതകളുള്ളവരാണെങ്കിൽ കടബാധ്യതകൾ മാറ്റി കൊടുക്കണേ അല്ലാ. ഞാൻ എന്റെ വിഷയത്തിന്റെ സമാപ്തിയോടെ കടക്കട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഏൽപ്പിച്ചൊരു ദൗത്യമാണ്. അല്ലിമൂ ഔലാദകും സലാസത ഖിസാൽ. നിർബന്ധമായി നിങ്ങളുടെ മക്കളെ നിങ്ങൾ 3 കാര്യങ്ങൾ കൃത്യമായി പഠിപ്പിക്കണം. ഞാൻ ഈ വിഷയം പറയാൻ തന്നെ കാരണം SSLC കഴിഞ്ഞു, സ്കൂളുകളൊക്കെ അടച്ചു, വെക്കേഷന്റെ സമയമാണ്. നമ്മുടെ കുട്ടികളെ വിനോദസഞ്ചാരത്തിൽ മാത്രമല്ല, ഈ വെക്കേഷനുകളിൽ നിങ്ങൾ ഈ ചുമതല നിർവഹിക്കണേ. നിങ്ങളുടെ മക്കളെ നിങ്ങൾ 3 കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ഒന്നാമത്തേത് മഹബ്ബത്ത് നബിക്കും, നിങ്ങളുടെ നബിയോടുള്ള മഹബ്ബത്ത് പഠിപ്പിച്ചു കൊടുക്കണം. ആദ്യമായി നമ്മുടെ മക്കളോട് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മഹബ്ബത്ത് നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ഹുബ്ബ് പഠിപ്പിച്ചു കൊടുക്കണം. മക്കളെ സുന്നികളാക്കി വളർത്തിക്കൊണ്ടുവരണം. കാരണം അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്ന സുന്നി സമൂഹമാണ്. അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ യഥാർത്ഥ സുന്നികളാക്കി വളർത്തിക്കൊണ്ടുവരണേ. മഹബ്ബത്ത് നബിയുക്കും, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് പഠിപ്പിക്കണേ. അല്ലാഹു നമ്മുടെ മക്കളുടെ മനസ്സിന്റെ ഉള്ളിൽ സലാത്ത് ചൊല്ലിപ്പിച്ചു കൊടുക്കണം. സന്ധ്യാസമയത്ത് സലാത്ത് ചൊല്ലിപ്പിച്ചു കൊടുക്കണം. ഇതൊന്നും നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവായി മാറരുത്. അല്ലാഹുവേ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. ബക്കറ്റ് വന്നോളൂ. ഇത് ഗൾഫിൽ നിന്ന് നെറ്റുകൾ ചെയ്യണമാരിയ കാര്യമൊക്കെ പറഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് സാധനം വരും. എത്ര നേരമായി ഞാൻ പറഞ്ഞിട്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഐശ്വര്യം നൽകുമാറാകട്ടെ. ഏതാഗ്രഹത്തോടെ പറയുന്നുവോ അല്ലാഹുവേ നീ സദഖ ചെയ്യുന്നവർക്ക് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ചെറുപ്രായത്തിലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ കുട്ടികൾ സിനിമാ താരങ്ങളുടെ ഫോട്ടോ വെട്ടിയൊടിച്ചിട്ട് ചുവരിൽ ഒട്ടിക്കാൻ പോകുമ്പോ ആ സമയത്ത് മനസ്സിലാക്കണേ അവന്റെ ഹൃദയത്തിൽ മറ്റൊരാളുള്ള സ്നേഹം നിറയുകയോ. ആ സമയത്ത് പറയണം മക്കളെ
ഷാറൂഖ് ഖാനോ മമ്മൂട്ടിയോ മോഹൻലാലോ ഒന്നും ഒരു അപകടത്തിന് നമ്മുടെ ചാരത്ത് വരില്ല. നാളെ ഒരു അപകടം വരുമ്പോ നമുക്ക് രക്ഷിക്കാനുള്ള ആളെയല്ലേ നമ്മൾ സ്നേഹിക്കേണ്ടത്. നാളെ പരലോകത്ത് പരവശരായി നിൽക്കുമ്പോ അവിടെ ഒരേ ഒരു ശഫാഅത്താരാ ഫകുല്ലി ശഫീഅൻ യൗമ അല്ലാദു ശഫാഅതി സിവാക ബിമുഇനിൻ അന സവാദ് ബിൻ ഖാരിബി. മഹാനായ സവാദ് ബിൻ ഖാരിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നാളെ പരലോകത്ത് അങ്ങല്ലാതെ ഞങ്ങൾക്കൊരു ഷഫീഇല്ലല്ലോ നബിയേ. നിങ്ങൾക്കറിയുമോ എന്നറിയില്ല, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു 12 വയസ്സ് പ്രായമാ. ലഹരി നമ്മുടെ മക്കളെ ടീനേജിൽ കീഴടക്കുമ്പോ ഒരു 12 വയസ്സുകാരന്റെ കഥ ഞാൻ പറഞ്ഞു തരട്ടെ. 12 വയസ്സ് പ്രായമുള്ള അനസ് റളിയല്ലാഹു തആല മദീനത്തുൻ നബവിയിൽ ഇരിക്കുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ഖുർആൻ പഠിപ്പിക്കുകയാ. ഖുർആൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഹബീബായ നബി തങ്ങൾ കയ്യൊന്ന് പൊക്കിയപ്പോ റസൂലുള്ളാഹിയുടെ കുപ്പായം വയറിന്റെ ഭാഗത്ത് നിന്ന് തെല്ലിമാറി വീണു. അനസ് റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ നോക്കിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ വയറ്റിലൊരു കല്ല് കെട്ടി വെച്ചിരിക്കുകയാ. ഖന്തക്കിൽ മാത്രമല്ല മുഅ്മിനേ, യുദ്ധത്തിൽ മാത്രമല്ല മുസ്ലിമേ, പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഖുർആൻ പഠിപ്പിക്കുമ്പോഴും വയറ്റത്തൊരു ചെറിയ കല്ല് വെട്ടി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. 12 വയസ്സുള്ള ഞാൻ അടുത്തിരിക്കുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയിൽ ചോദിച്ചു, മാമാ അവിടെ ഇരുന്ന് തൈരീം നടക്കുകയാണ്. ഞാൻ ചെവിയിൽ ചോദിച്ചു, മാമാ എന്തിനാണ് അല്ലാഹുവിന്റെ റസൂൽ വയറ്റിലെ കല്ല് കെട്ടി വെച്ചിരിക്കുന്നത്? എന്നോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ അൽജൂ, ഹബീബായ നബി തങ്ങൾക്ക് വിശപ്പ് കാരണത്താലാ, വിശപ്പ് വന്നിട്ട് കഴിക്കാനില്ലാതെ വയറ്റിൽ കല്ല് വെട്ടി വെച്ചതാണ് മോനെ. 12 വയസ്സുകാരനായ അനസ് റളിയല്ലാഹു അൻഹു ഇത് കേട്ട മാത്രയിൽ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് ഓടി ചെന്നിട്ട് ഉമ്മയോട് പറഞ്ഞു, ഉമ്മാ അല്ലാഹുവിന്റെ റസൂലിന്റെ വയറ്റിൽ വിശപ്പ് കാരണത്താല് കല്ല് കെട്ടി വെച്ചിരിക്കുകയാ. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തതാ ഉമ്മ, ഞാൻ മുത്ത് റസൂലുള്ളാഹിക്ക് കൊടുക്കട്ടെ. അല്ലാഹു നമുക്ക് ഇതേപോലെ ചിന്തയുള്ള മക്കളെ തരട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹബ്ബത്തുള്ള മക്കളെ തരട്ടെ. ഉമ്മ പറഞ്ഞു, മോനെ അനസ്, ഈ വീട്ടിൽ ഇനി നിനക്ക് കഴിക്കാനുള്ള കാരക്കയല്ലാതെ വേറൊന്നുമില്ല മുത്തേ എന്ന് മറുപടി പറഞ്ഞപ്പോ 12 വയസ്സുകാരൻ പറഞ്ഞു, ഉമ്മ എനിക്ക് കഴിക്കാൻ പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, അല്ലാഹുവിന്റെ റസൂലിന് കൊടുക്കണം ഉമ്മ. തന്റെ അവിടെ തനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഭക്ഷണം കൈകൊണ്ടെടുത്തു നേരെ ഹബീബായ നബി തങ്ങളുടെ മദീനത്തെ പള്ളിയിലെത്തി. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് ഈത്തപ്പഴം വെച്ചു കൊടുത്തു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷത്തോടെ പറഞ്ഞു, അനസേ അല്ലാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ അനസേ. 12 വയസ്സുള്ള പൊന്നുമോനെ മുത്തു റസൂലുള്ള ചേർത്ത് പിടിച്ചു. ഫാത്തിമ ബീവിയെ ചേർത്ത് പിടിച്ചതുപോലെ, ഹസൻ ഹുസൈനെ ചേർത്ത് പിടിച്ചതുപോലെ മസ്ജിദുൻ നബവിയിൽ തന്റെ വയറിന്റെ പട്ടിണി കണ്ടിട്ട് സ്വന്തം ഭക്ഷണത്തിന് വേണ്ടി വെച്ചിരുന്ന കാരൊക്കെ എടുത്ത് കയ്യിൽ കൊണ്ടുവന്ന കുഞ്ഞുമോൻ അനസിനെ തന്റെ റിസാലത്തിന്റെ നെഞ്ചകത്തോട് ചേർത്ത് പിടിച്ചിട്ട് അല്ലാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ അനസേ. ചരിത്രത്തിൽ കാണാമ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ തലമുറയിൽ മുഴുവനും ജനിച്ച മക്കൾ പിന്നെ ഹാഫിളീങ്ങളായി മാറി. മുത്തു മുസ്തഫാന്റെ ദുആ കിട്ടിയപ്പോ, ഹബീബായ നബി തങ്ങളുടെ പൊരുത്തം കിട്ടിയപ്പോ, അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കള് ചെറുപ്പത്തിലെ മക്കളുടെ ചുണ്ടിൽ പഠിപ്പിച്ചു കൊടുക്കണം അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ. മദീന എത്ര ചരിത്രമാണ് കണ്ടത്. ഉഖ്ബാ തെരി ഗലീമേ വഉഖറാ തെരി ഗലീമേ. ചരിത്രം അങ്ങയുടെ പട്ടണത്തിലാണ് നബിയേ, ലോകം അങ്ങയുടെ പട്ടണത്തിലേക്ക് ചുരുങ്ങുന്ന മുത്തേ മുസ്തഫ. മുത്തേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലൂടെ 13 വയസ്സുകാരനായ മുആദ് കടന്നു വരികയാണ്. ടീനേജ് എന്ന് നമ്മൾ പറയുന്ന കാലം, 13, 14 തുടങ്ങുന്ന കാലം, കുഞ്ഞുങ്ങൾ വഴിതെറ്റുന്ന കാലം. മുആദ് തന്റെ നേരെ നടന്നു വന്നപ്പോ ലോകത്തിന്റെ പ്രകാശമേ, ഹബീബായ നബി തങ്ങൾ ആ 13 വയസ്സുകാരന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, മോനെ മുആദ് വല്ലാഹി ഇന്നി
ഉഹിബ്ബുക യാ മുആദ്. ഓ മുആദേ, എനിക്ക് നിന്നോട് പെരുത്തിട്ടമാണ് മുആദേ. ആരാ പറയുന്നത്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അല്ലാഹുവിന്റെ ഹബീബ് 13 വയസ്സുകാരന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു. വല്ലാഹി ഇന്നി ഉഹിബ്ബുക യാ മുആദ്. ഓ മുആദ്, എന്റെ ഹൃദയത്തിൽ നിനക്കൊരു സ്ഥാനമുണ്ട്. എനിക്ക് നിന്നോട് വല്ലാത്ത ഇഷ്ടമാണ് മുആദേ. ഉടനെ 13 വയസ്സുകാരൻ മുആദ് ഓടി ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മുആദേ, എന്നാൽ വല്ലാഹി ഇന്നി ഉഹിബ്ബുക യാ റസൂലല്ലാഹ്, എനിക്കും അങ്ങയോട് പെരുത്തു ഹബ്ബാണ് നബിയേ. 13 വയസ്സുകാരൻ, മക്കൾ ലഹരിക്കടിമയാകുന്ന കാലം, നബിയെ എനിക്ക് അങ്ങയോടും പെരുത്ത് ഇഷ്ടമാണ്. അള്ളാഹു നമ്മുടെ മക്കളെ മുആദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ആക്കട്ടെ. ആമീൻ പറയുന്ന അള്ളാഹുവിനെ ആക്കി തരട്ടെ. വല്ലാഹി ഇന്നി ഉഹിബ്ബുക യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് അങ്ങയോടും പെരുത്തിട്ടമാണ് നബിയേ. എന്റെ ഹൃദയത്തിൽ അങ്ങാണ് തിരുദൂതരെ. കഹ്തേ ഹെ രഹ്തേ ഹെ മുസ്തഫ ആശിഖോം കി സീനോം മേ. ഹബീബായ നബി തങ്ങൾ വസിച്ചത് ആശിഖീങ്ങളുടെ ഹൃദയത്തിലാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉടനെ 13 വയസ്സുകാരൻ ഒരു മറുചോദ്യം ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങേക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് അങ്ങേയും ഇഷ്ടമാണ്. എന്നാൽ എനിക്ക് എന്റെ റബ്ബിനെന്നോട് ഇഷ്ടം തോന്നാ ഞാൻ എന്ത് ചെയ്യണം മുത്തേ? ഉടനെ ചോദ്യം, നബിയെ, നമുക്ക് രണ്ടുപേർക്കും പരസ്പരം ഇട്ടാൻ. ഇനി എന്റെ മാലിക്കായ റബ്ബിന്, എന്റെ ഖാലിക്കായ റബ്ബിന് എന്നോട് ഇഷ്ടം തോന്നാ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് 13 വയസ്സുകാരന്. മദീന അത്ഭുതമാണ്, മദീന ഒരു ആയിഷക്കാണ്. ഞാൻ മദീനയെ കുറിച്ച് പറയാൻ അർഹനല്ല. ഞാൻ അത്ര വലിയ പാണ്ഡിത്യമുള്ളവനുമല്ല. പാണ്ഡിത്യം പറയാ ഞാനൊരു പണ്ഡിതനല്ല. ത്യാഗം പറയാ ഞാനൊരു പരിത്യാഗിയല്ല. ലാളിത്യം പറയാ ഞാനൊരു സൂഫിയല്ല. വൈദഗ്ധ്യം പറയാ ഞാനൊരു വിദഗ്ധനല്ല. പ്രമേയം പറയാ ഞാനൊരു പ്രഭാഷകനല്ല. പിന്നെ ഞാൻ ആരാ? നിന്റെ ദീൻ പറയാൻ വന്നൊരു ഫക്കീറാണ് ഞാൻ. ആ പൊന്നുമോനെ പോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് 13 വയസ്സുകാരന്റെ ചോദ്യം, അല്ലാഹ് ഇഷ്ടപ്പെടാൻ എന്താണ് വഴി? ഇങ്ങനെ സ്വയം ചിന്തിക്കുന്ന മക്കൾ ആ മദീനയിൽ ജനിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലല്ലോ. മലയാളത്തിന്റെ കവി വാഴ്ത്തപ്പെടട്ടെ, അദ്ദേഹത്തിന്റെ വരികൾ എത്രയോ മനോഹരമാണ്. 14 നൂറ്റാണ്ട് പിൻപന്തിനി പാപി ഞാൻ പാലിൽ പിറന്നു വീണു. മുത്ത് റസൂലിന്റെ പദപങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു വീണു. എന്തിനാണ് ഞാൻ 14 നൂറ്റാണ്ട് മുമ്പ് മദീനയിൽ പിറക്കേണ്ടവനല്ല ഞാൻ. അന്ന് പിറക്കാറ് ഈ നശിക്കപ്പെട്ട ലോകത്ത് എന്തിനാണ് ഞാൻ ഇങ്ങനെ പിറന്നു വീണത്? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാദപതനം കൊണ്ട് അനുഗ്രഹീതമായ മദീനയ്ക്ക് ജനിക്കാൻ കഴിഞ്ഞില്ലല്ലോ. കാരണം മദീന അത്ഭുതമാണ്. അല്ലാഹു സ്നേഹിക്കാനുള്ള വഴി തിരക്കിയ മുആദിന് തന്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, പൊന്നുമോനെ മുആദേ, നിനക്ക് ഞാനൊരു ദുആ പഠിപ്പിച്ചു തരാം. ആ ദുആ 5 വഖത്ത് നിസ്കരിച്ചിട്ട് നീ ചൊയ്യണേ മുആദേ. എന്നാൽ റബ്ബിന് നിന്നോട് ഇഷ്ടം തോന്നും പൊന്നുമോനെ. എന്നാ പഠിപ്പിച്ചതാ നബിയെ. മുആദേ, പഠിച്ചുകൊള്ളുക. അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക വ തൗഫീഖ തഅതിക വ ഈമാനിക യാ അല്ലാഹ്. 13 വയസ്സുള്ള മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. പടച്ചവനെ, നിനക്ക് ദിക്ർ പറയാനും നിനക്ക് ശുക്ർ ചൊല്ലാനും എന്നെ നീ സഹായിക്കണേ അല്ലാ. 13 വയസ്സുള്ള മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. കൊടുക്കൂ ഇൻഷാ അല്ലാഹ്, പറ കൊടുക്കൂ. വാപ്പാക്ക് പറയാറിഞ്ഞിട്ട് വേണേ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. വാപ്പാക്ക് പറയാറിയില്ല എന്നാ മക്കൾ വഴി തെറ്റൂല, ലഹരി അവരെ പിടിക്കൂല. ഇതൊരു വലിയ വിഷയമാണ്.
8 വയസ്സുള്ളപ്പോ 6 വയസ്സുള്ളപ്പോ എന്റെ വാപ്പ എനിക്കൊരു ദിക്ർ പഠിപ്പിച്ചു തന്നു. ആര് പഠിപ്പിച്ചു തന്നു? മുക്രീം ഇല്ലാരുമല്ല, വാപ്പയാണ് ആൺമക്കളുടെ റോൾ മോഡൽ. എന്റെ വാപ്പ എനിക്ക് 6 വയസ്സുള്ളപ്പോ എനിക്കൊരു ദിക്ർ പഠിപ്പിച്ചു തന്നു. 2 വർഷം മുടങ്ങാതെ ചൊല്ലി. 8ാമത്തെ വയസ്സായപ്പോ വജഅല ഫീ ഖൽബി നൂറാ, എന്റെ ഹൃദയം റബ്ബ് പ്രകാശിപ്പിച്ചു തന്നു. പിന്നെ 10 വയസ്സ് വരെ ആ ദിക്ർ ചൊല്ലി. വജഅല ഫീ റൂഹി നൂറാ, എന്റെ ആത്മാവിൽ പ്രകാശം നിറഞ്ഞു. എന്റെ വാപ്പ പഠിപ്പിച്ചു തന്നതാണ്. ആരാണ് പറയുന്നത്? അബ്ദുല്ലാഹ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു. വാപ്പ എനിക്ക് ദിക്ർ പഠിപ്പിച്ചു. 6ാമത്തെ വയസ്സിൽ വാപ്പ പഠിപ്പിച്ചു കൊടുക്കേണ്ട ദിക്ർ ഏതാ? പറയും. നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. നമുക്കതൊക്കെ പഴഞ്ചനായി, നമ്മളതൊക്കെ പടിയടച്ച് പിണ്ടം വെച്ചിട്ട് നമ്മൾ ഹൗദിൽ തല മുക്കിയിട്ട് ഒതുവെടുത്താലും കുഴപ്പമില്ല. ലാബിഹി. നമ്മൾ ഇസ്ലാമിനെ അങ്ങനെ പോളിഷ് ചെയ്ത് പരിഷ്കരിച്ച് നമ്മുടെ കഷ്ടത്തിൽ വെച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. പഴയതൊക്കെ നമുക്ക് പഴഞ്ചനായി. 6ാമത്തെ വയസ്സിൽ എന്റെ വാപ്പ പഠിപ്പിച്ചു. 2 വർഷം ചൊല്ലി. എന്റെ ഹൃദയത്തിന് പ്രകാശമായി. ഹൃദയത്തിൽ അള്ളാഹുടെ നൂറ് കയറിയ പിന്നെ മക്കൾ വഴിതെറ്റു. 8ാമത്തെ വയസ്സില് ഏതാണ് വാപ്പ 2 വർഷം വീണ്ടും ചൊല്ലി. അപ്പൊ റൂഹിന് പ്രകാശമായി. ഏതാ ദിക്ർ? ആ ദിക്ർ മറ്റൊന്നുമല്ല, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മടി. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊരു മാസത്തിലൊരു മുഹീദ്ദീൻ റാത്തീബ് നടക്കും. ഇതൊന്നും പള്ളിക്കല മുസ്ലിയാർക്ക് കൈമടക്കിട്ട ഞാൻ പറഞ്ഞ വാദല്ല. പടച്ചോനിന് ഖത്തീബ് മുക്രിയും കൂടെ മുഹീദ്ദീൻ റാത്തീബ് ഉണ്ടാക്കാൻ വേണ്ടി പറയണാണോ? മുസ്ലിയാക്കന്മാർക്ക് കൈമടക്കുണ്ടാക്കി കൊടുക്കരുത്, എന്റെ ജോലിയല്ല. അത് കിട്ടാത്തോർത്തിട്ട് നിങ്ങൾ വിഷമിക്കുകയും വേണ്ട. ലോകത്തിലെ ഏറ്റവും ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളാണ് പള്ളിയിലെ മുഅദ്ദിൻ. ആണല്ലോ, സെക്രട്ടറി സമ്മതിച്ചു. ഏറ്റവും ചെറിയ ശമ്പളമാണ് പള്ളിയിലെ മുഅദ്ദിൻ. ഏറ്റവും കുറഞ്ഞ ശമ്പളം. ആ മുഅദ്ദിനെ എല്ലായിടത്തും കുറവേ ഉള്ളൂ. ഇനി റാത്തീബിന് പോയാൽ തന്നെ ഖത്തീബിന് 500, പിന്നെ മുക്രിക്ക് 200. അവിടെ ആ സാധുവിന് കുറവാ. എന്നാൽ ഇന്നേ വരെ ലോകത്തൊരു പള്ളിയിലെ മുക്രി കടക്കണി വന്നിട്ട് ആത്മഹത്യ ചെയ്ത ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട്? ഇല്ല. പക്ഷേ കേരളത്തിലെ കോടീശ്വരന്മാര് കടക്കണി വന്നിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതോർത്തിട്ട് നിങ്ങൾ ബേജാറാവണ്ട. അത് റബ്ബിന്റെ വഴിയാണ്. അതിലെ ബറക്കത്തിന്റെ വഴി അള്ളാഹു തുറന്നു കൊടുക്കും. പള്ളിയിലെ മുഅദ്ദിൻമാർ ആത്മഹത്യ ചെയ്തിട്ടില്ല, പക്ഷെ കോടീശ്വരന്മാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കുറെ പണം കിട്ടലല്ല ജീവിതത്തിന്റെ സമാധാനം. ഏറ്റവും നല്ല സമാധാനം കൽബിന്റെ സമാധാനമാണ്. അതുകൊണ്ട് ഞാനിത് പറയുന്നത്, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് പടിയടച്ചിട്ട് പിണ്ടം വെച്ചപ്പോ നമ്മുടെ മക്കൾ 8ാമത്തെ വയസ്സിൽ കഞ്ചാവ് വലിക്കാൻ തുടങ്ങി. പണ്ട് കാലത്തുണ്ടോ? പണ്ട് കാലത്തില്ല. എന്തുകൊണ്ട്? മാസാമാസം നമ്മുടെ വീട്ടില് മക്കൾ കേട്ട് പഠിച്ചതേരാ. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മടി, യാ അഹദു യാ ബസമദു യാ വിത്റു യാ മൗലാ യാ റബ്ബു യാ നൂറു യാ ഹഖു യാ മുബീൻ. ഈ അസ്മാഉൽ ഹുസ്ന കേട്ടിട്ട് നമ്മുടെ മക്കളുടെ കൽബ് പ്രകാശിപ്പിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ബുദ്ധിയെത്തിയാൽ ഏത് സമയത്തും നമ്മുടെ മക്കളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയീൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉമ്മമാരാ ജോലി ഏറ്റെടുക്കണം. വാപ്പയ്ക്ക് ചിലപ്പോ സമയം കിട്ടിയെന്നിരിക്കില്ല. ബഹുമാനനായ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മകനാണ്. ആ മകന് സത്യധാരയിൽ തന്റെ പിതന്ന മാതാവിനെ കുറിച്ച് അനുസ്മരിക്കുന്ന ഒരു ഭാഗമുണ്ട്. കേരളത്തിന്റെ ക്ഷുഭിത യൗവനത്തിനെ മുഴുവനും കൊടപ്പനക്കൽ തറവാടിന്റെ മുറ്റത്തെ ഈത്തപ്പനോരയുടെ തന്മയത്വത്തിലേക്ക് കെട്ടിച്ചേർത്തിട്ട് കൊടപ്പനക്കൽ തറവാടിന്റെ കസേരയുടെ ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ അവരെ പരാതിയും ആവലാതിയും പറഞ്ഞ് പാതിരാത്രി മുഴുവനും ഉപ്പയിരിക്കുമ്പോ ഞങ്ങളുടെ ഉപ്പയെ ഞങ്ങൾക്ക് കിട്ടാറില്ല. എന്നാലും മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ സൂറത്തുൽ വാഖിയ ഓതാതെ യാസീൻ ഓതാതെ ഞങ്ങളുടെ ഉമ്മ ഞങ്ങൾക്ക് രാത്രിയിലെ ഭക്ഷണം തരുമായിരുന്നില്ല. അങ്ങനെ ഉമ്മ വളർത്തിയത് കൊണ്ടാണ് ആ മക്കൾ അങ്ങനെ വളർന്നു വന്നത്. പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളാണ് എഴുതുന്നതിന്റെ
പ്രിയപ്പെട്ട ഉമ്മയെ കുറിച്ച്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ മക്കളെ രണ്ടാമത് പഠിപ്പിക്കേണ്ടത് സയ്യിദന്മാരെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം, സാദാത്തുകളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. അഹ്ലു ബൈത്തിന്റെ പരമ്പര മദീനയുടെ മണം മലയാള മണ്ണിലേക്ക് കൊണ്ടുവന്ന സയ്യിദന്മാർ അവരാരുമായി കൊള്ളട്ടെ, അവരേത് വിഭാഗമായി കൊള്ളട്ടെ, അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബാംഗങ്ങളാണ്. തങ്ങന്മാരെ അവമതിക്കരുത്, സയ്യിദന്മാരെ അവമതിക്കരുത്. സയ്യിദന്മാരെ മഹബ്ബത്ത് അഹ്ലി ബൈത്തി, സയ്യിദ് കുടുംബത്തെ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബ പരമ്പരയെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. ഞാൻ അവസാനിപ്പിക്കുന്നു. 3 വഖിറാഅത്തുൽ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. 3 കാര്യം മക്കളെ പഠിപ്പിക്കണം. 1 മഹബ്ബത്ത് നബിയിക്കും വ മഹബ്ബത്ത് അഹ്ലി ബൈത്തി വ ഖിറാഅത്തുൽ ഖുർആൻ. മക്കളെ എന്ത് പഠിപ്പിക്കണം? ഖുർആൻ പഠിപ്പിക്കണം, ഹദീസ് പഠിപ്പിക്കണം, തഫ്സീർ പഠിപ്പിക്കണം. എന്റെ മുമ്പിൽ കുറെ തലപ്പാവ് കെട്ടിയ മുത്തഅല്ലിമീങ്ങളുണ്ടല്ലോ. ആ മുത്തഅല്ലിങ്ങളുടെ വാപ്പക്കും ഉമ്മക്കും ഇവരെ എൻട്രൻസ് വിടാൻ അറിയാത്തത് കൊണ്ടല്ല, ഇവരെ എഞ്ചിനീയറിംഗിന് പഠിപ്പിക്കാൻ അറിയാത്തത് കൊണ്ടല്ല. എന്റെ പൊന്നുകുട്ടികൾ ഈ സമയത്ത് തലപ്പാവും കെട്ടി തൊപ്പിയും വെച്ച് പള്ളി ദറസിൽ വെച്ച് ഖുർആൻ പഠിക്കുമ്പോ, ഹദീസ് പഠിക്കുമ്പോ, നാളെ എന്നെ മരിച്ചിട്ട് പള്ളിയുടെ അകത്ത് കിടത്തുമ്പോ എന്റെ ഉമ്മയാണിത്, എന്റെ ഉപ്പയാണിത് എന്ന് പറഞ്ഞിട്ട് എന്റെ പൊന്നുകുട്ടി മയ്യത്ത് നിസ്കരിച്ചിട്ട് ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന ആഗ്രഹത്തിലാണ് ഇവരെ മക്കളെ ഖുർആൻ പഠിപ്പിക്കാൻ വിട്ടത്. വേണ്ട മുഅ്മിനേ, നാളെ മയ്യത്ത് കെട്ടില് കൊണ്ടുപോയി പള്ളിമുറ്റത്ത് ഇറക്കി വെക്കുമ്പോ ഇതെന്റെ ഉപ്പയാണ്, ഇതെന്റെ ഉമ്മയാണ്, അല്ലാഹു മഗ്ഫിർ ലഹു വർഹമുഹു, ഈ കിടക്കുന്ന ഉപ്പ എന്നെ കട്ടപ്പെട്ടു വളർത്തിയതാണ്, ഈ കിടക്കുന്നത് എന്റെ ഉമ്മയാണ്, എന്നെ താരാട്ട് വാട്ടി വളർത്തിയ ഉമ്മ. ഡൊണാൾഡ് ട്രംപിന്റെ 7 സ്റ്റാർ ഹോട്ടലിന്റെ പട്ടുമത്തയിലെ കിടക്കുന്നതിനേക്കാൾ വലിയ സുഖത്തോടെ നമ്മൾ ഉറങ്ങിയത് എവിടെയാ? ചെറുപ്പകാലത്ത് മുലപ്പാലിന് വേണ്ടി പൊട്ടിക്കരഞ്ഞിട്ട് ആ മുലപ്പാല് ഉമ്മാന്റെ കുജകുംഭങ്ങളിൽ നിന്ന് കുടിച്ചു നിറച്ചിട്ട് അവസാനം ഉമ്മാടെ മാറിടത്തിലേക്ക് കവിള് ചേർത്ത് കിടന്നപ്പോ കിട്ടിയ ഒരു ചെറുചൂടിന്റെ സുഖം പിന്നെ ജീവിതത്തിലൊരു മെത്തയിലും കിട്ടിയിട്ടില്ല. അവരെത്ര രാത്രി നിനക്കുറക്ക് മുടിഞ്ഞതാ, അവർക്കുള്ള നെഞ്ചും മെത്ത പോൽ വിരിച്ചിട്ടതാ. ഇതെന്റെ ഉമ്മയുടെ മാറിടത്തിൽ ചാരിക്കടന്നതിനേക്കാൾ വലിയ സുഖം എവിടെയാ കിട്ടിയത്? ലോകത്ത് ഞാൻ കണ്ട ഏറ്റവും വലിയ സംഗീതമേതെന്നറിയോ? പൊട്ടിക്കരയുമ്പോ തോളിലേക്ക് വാരിയെടുത്തിട്ട് വിരലുകൾ കൊണ്ട് പുറത്തു മെല്ലെ മെല്ലെ മാന്ത്രിക വീണ പോലെ തട്ടിത്തലോടി എന്റെ ഉമ്മ പാടിത്തന്ന താരാട്ട് പാട്ടിനേക്കാൾ സുന്ദരമായൊരു പാട്ട് ഞാൻ ഇതേവരെ കേട്ടിട്ടില്ല. ഞാൻ ലോകത്ത് കഴിച്ച ഏറ്റവും രുചികരമായ ഭക്ഷണമേതെന്നറിയോ? എന്റെ ഉമ്മ എനിക്ക് ചൊരിഞ്ഞു തന്ന മുലപ്പാലിനേക്കാൾ സ്വാദിഷ്ടമായൊരു ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല. എത്ര വലിയ എഞ്ചിനീയറിനെയും ഞാൻ കണ്ടത് എന്റെ ഉമ്മയിലാണ്. ചെറുപ്പത്തില് കളിപ്പാട്ടം താഴെ വീണ് പൊട്ടിച്ചു തരുമ്പോ ഓടി വന്ന് നിമിഷത്തിന്റെ ഉള്ളിൽ എന്റെ കളിപ്പാട്ടം നേരെയാക്കി കയ്യിൽ തന്ന എന്റെ ഉമ്മയേക്കാൾ വലിയൊരു എഞ്ചിനീയറിനെ പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഓടി നടന്നു പോകുമ്പോ കാലില് കല്ല് തട്ടിയിട്ട് കമിഴ്ന്ന് വീടുമ്പോ മുട്ടുപോയി കാലില് തട്ടിയിട്ട് ചോര വരവ് വാരിയെടുത്തു കൊണ്ടുപോയി അയൽവക്കത്ത് നിന്ന് പച്ചില പറിച്ചെടുത്തിട്ട് അത് നന്നായിട്ട് കയ്യിൽ വെച്ച് നന്നായി പിഴിഞ്ഞ് എന്റെ മുട്ടിൽ വെച്ച് കെട്ടിത്തന്ന ഉമ്മയേക്കാൾ വലിയൊരു ഡോക്ടറെ പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഉപ്പ ഒരു കോടതിയാണ്. കുരുത്തക്കേട് കാണിക്കുമ്പം വലത്തെ കയ്യിൽ പിടിച്ചിട്ട് ഇടത്തെ കയ്യിൽ ഉപ്പാന്റെ ചൂരലിന്റെ മാംസം നോക്കിയിട്ട് കൊതിക്കുമ്പോ ഒന്ന് രക്ഷപ്പെടാൻ, ഉപ്പാന്റെ ചൂരലിൽ നിന്ന് രക്ഷപ്പെടാൻ അടുക്കളയിലേക്ക് നോക്കിയിട്ട് ഉമ്മാന്നൊന്ന് നീട്ടി വിളിക്കുമ്പോ അടുക്കളയിൽ നിന്ന് ഓടി വന്ന എന്റെ ഉപ്പയോട് തർക്കിച്ച് അവസാനം ഉപ്പാടെ കോടതിയിൽ നിന്ന് ഉപ്പാന്റെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിച്ചു കൊണ്ടുപോകുന്ന എന്റെ ഉമ്മയേക്കാൾ വലിയൊരു വക്കീലിനെ പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല.